യൂറോപ്യൻ ഫുട്ബോളിനെ നടുക്കുന്ന വാർത്തകളാണ് ബാഴ്സലോണയിൽ നിന്നും വരുന്നത്. പ്രസിഡന്റ് ജോവാൻ ലപ്പോർട്ട സ്ഥാനമൊഴിഞ്ഞു. ഇതിനു പിന്നാലെ ആരാധകരുടെ പ്രിയപ്പെട്ട കോച്ച് ഹാൻസി ഫ്ലിക്കും ടീം വിടാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ശരിക്കും ബാഴ്സ തകരുകയാണോ, അതോ ഇതിനു പിന്നിൽ മറ്റൊരു വശമുണ്ടോ? നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ പറയട്ടെ, ലപ്പോർട്ടയുടെ രാജി ക്ലബ്ബ് പ്രതിസന്ധിയിലായതുകൊണ്ടല്ല. ഇതൊരു മാസ്റ്റർ പ്ലാനാണ്. വരുന്ന മാർച്ച് 15-ന് ബാഴ്സലോണയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ക്ലബ്ബിന്റെ നിയമമനുസരിച്ച് നിലവിലുള്ള പ്രസിഡന്റിന് വീണ്ടും മത്സരിക്കണമെങ്കിൽ ഔദ്യോഗിക പദവി ഒഴിയണം. അതുകൊണ്ട് വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടാനുള്ള ഒരു നിയമപരമായ നീക്കം മാത്രമാണ് ലപ്പോർട്ട നടത്തിയത്. നിലവിൽ റാഫ യുസ്തയുടെ നേതൃത്വത്തിലുള്ള താൽക്കാലിക ബോർഡാണ് ക്ലബ്ബ് ഭരിക്കുന്നത്. ഇനി ആരാധകരെ പേടിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം ഹാൻസി ഫ്ലിക്കിന്റെ ഭാവി. ഫ്ലിക്ക് ബാഴ്സയിൽ വന്നത് ലപ്പോർട്ടയുടെ താൽപര്യപ്രകാരമാണ്. നിലവിൽ ലാലിഗയിൽ ബാഴ്സ 1-ാം സ്ഥാനത്താണ്. ഫ്ലിക്കിന് കീഴിൽ ടീം മികച്ച ഫോമിലുമാണ്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ ലപ്പോർട്ട തോൽക്കുകയും വിക്ടർ ഫോണ്ടിനെ പോലെയുള്ള മറ്റൊരു പ്രസിഡന്റ് വരികയും ചെയ്താൽ സാഹചര്യം മാറിയേക്കാം. പുതിയ ഭരണസമിതിക്ക് ഫ്ലിക്കിന്റെ ശൈലിയോട് താൽപ്പര്യമില്ലെങ്കിൽ അദ്ദേഹം ഒഴിഞ്ഞേക്കുമെന്ന സൂചനകളാണ് സ്പാനിഷ് മാധ്യമങ്ങൾ നൽകുന്നത്. അതായത് ഫ്ലിക്കിന്റെ ഭാവി ഇപ്പോൾ ഇരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പെട്ടിയിലാണ്. ചുരുക്കത്തിൽ ബാഴ്സലോണയിൽ ഇപ്പോൾ നടക്കുന്നത് വലിയൊരു ഭരണമാറ്റത്തിനുള്ള ഒരുക്കമാണ്. ലപ്പോർട്ട വീണ്ടും ജയിച്ചാൽ ഹാൻസി ഫ്ലിക്ക് ടീമിൽ തുടരുമെന്നുറപ്പാണ്. ടീം ഇപ്പോൾ കളിക്കളത്തിൽ മികച്ച ഫോമിലായതുകൊണ്ടുതന്നെ ആരാധകർ അമിതമായി ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. എങ്കിലും മാർച്ച് 15-ലെ തിരഞ്ഞെടുപ്പ് ഫലം ബാഴ്സയുടെ ചരിത്രത്തിൽ നിർണായകമാകും. ലപ്പോർട്ട തന്നെ വീണ്ടും വരണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതോ പുതിയൊരു പ്രസിഡന്റ് വരണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിസ്ക എൽ ബാഴ്സ.